ഇന്ന് ഞാൻ ഈ ഒരു ഡയറി മിൽക്കിനെ ഈ ഒരു പാൽ ഉപയോഗിച്ച് അങ്ങനെ അടിപൊളിയായിട്ട് ഒരു ഐസ്ക്രീം ആക്കി മാറ്റാൻ പറ്റുന്നുണ്ടോ നോക്കാൻ പോണത്. അതിനുവേണ്ടി കൂട്ടുകാരനെയും വിളിച്ച് നേരെ തൊട്ടടുത്തുള്ള ബേക്കറി പോയി ഡയറി മിൽക്ക് വാങ്ങിയിട്ടുണ്ട്. ശേഷം നേരെ വീട്ടിൽ വന്ന് ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ അമ്മ ചായ വെക്കാൻ വേണ്ടി മാറ്റി വെച്ച് പാല് തകർന്നു. അതെന്തായാലും ഞാൻ അടിച്ചു മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഉണ്ടാക്കാൻ പോണ പാത്രം എന്താ ഇത്രയും വലുതാണ് കേട്ടോ. അങ്ങനെ അതും എടുത്തിട്ട് നമ്മുടെ പണി തുടങ്ങാം. അതിനായി തന്നെ നമ്മുടെ ഡയറി മിൽക്ക് എടുത്ത് നല്ലപോലെ പൊടിക്കണം. അതിനുവേണ്ടി ഞാൻ അമ്മിക്കല്ലിൽ കൊണ്ടിച്ച് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു അമ്മിക്കല്ലിന് നിങ്ങളോട് എന്താ പറയണമെന്ന് പറഞ്ഞാൽ അതൊന്ന് ജസ്റ്റ് കമന്റോടെ പറയണേ. അങ്ങനെ നല്ലപോലെ നമ്മുടെ ഡയറി മിൽക്ക് പൊടിച്ചെടുത്തതിന് ശേഷം നേരെ നമ്മുടെ ഈ ഒരു പാത്രത്തേക്ക് ഇതാ ഈ ഒരു അളവിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ നേരത്തെ അടിച്ചു മാറ്റി ആ പാല് നേരെ കടിച്ചു പൊടിച്ചത് ആ പാല് മുഴുവൻ എന്റെ മുഖത്തേക്ക് അങ്ങനെ വന്നിട്ടുണ്ട്. ചായ വെക്കാൻ വേണ്ടി മാറ്റി വെച്ച പാലാണ് എന്റെ മുഖത്തും പിന്നെ ഈ നിലത്തും ഇങ്ങനെ പോയിരിക്കുന്നത്. അങ്ങനെ അമ്മ കണ്ടിട്ട് വന്നാൽ നല്ലപോലെ കേൾക്കേണ്ടി വരും. അതുകൊണ്ട് വേഗം പോയി മുഖം കഴിയിട്ട് അമ്മ കാണാത്തിന് മുമ്പ് അവിടെ മൊത്തം തുടച്ചു കൊടുത്തേക്കിന് ശേഷം ബാക്കി ഉണ്ടായിരുന്ന ആ ഒരു പാല് നേരതാ നമ്മുടെ പാത്രത്തേക്ക് ഈ ഒരു അളവിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലപോലെ അത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു കളറിൽ കിട്ടും. എന്നിട്ട് അതിന്റെ അടപ്പ് വെച്ച് അടച്ചിട്ട് ഈ ഒരു വടിയും കൂടി ഇട്ട് വെക്കുക. അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞ് നമ്മുടെ ഐസ്ക്രീമില്ലേ ഒരു 4-5 മണിക്കൂർ ഫ്രിഡ്ജിൽ കയറ്റി സെറ്റ് ആവാൻ വേണ്ടി വെക്കാട്ടോ. അങ്ങനെ ഏകദേശം ഒരു 5 മണിക്കൂർ കഴിഞ്ഞ് എടുത്ത് നോക്കിയപ്പോൾ നമ്മുടെ ഐസ്ക്രീം നല്ല അടിപൊളിയായിട്ട് റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി അന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ സംഭവം ആഹാ നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയൊന്നും പറയല്ലോ സാധനം ഉഷാറായിട്ടുണ്ട്. അപ്പൊ ഇതേപോലത്തെ ഐസ്ക്രീം വീട്ടിലുള്ള കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണേ അവർ നല്ലൊരു ഹാപ്പിയാണ്. പിന്നെ ഈ ഒരു വീഡിയോ എന്നെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഞാൻ നല്ലൊരു ഹാപ്പിയാണ്. അപ്പൊ എന്തായാലും ഫോളോ ചെയ്യാൻ മറക്കല്ലേട്ടാ.